ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബെൻസി. നമ്മുടെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ്. എനിക്ക് ഏറ്റവും പേടിയും അതുപോലെ ഇഷ്ടവുമുള്ള ഒരു സീസണാണ് ഈ മഞ്ഞുകാലം അല്ലെങ്കിൽ വിൻ്റർ സീസൺ. അത് ശരീര സൗന്ദര്യം മാത്രം ഉദ്ദേശിച്ചല്ല, പല അസുഖങ്ങൾക്കും കാരണമാകുന്ന ഒരു സീസൺ കൂടിയാണ്. ഈ മഞ്ഞുകാലത്താണ് പല രോഗങ്ങളും വരുന്നത്. അതായത് വരണ്ട ചർമ്മം, കാലുകളും കൈയും വിണ്ട് കീറൽ, ചുണ്ടുപൊട്ടൽ, അതിനൊക്കെ പുറമെ ബ്രീത്തിങ് പ്രോബ്ലം, മൂക്കടപ്പ്, കഫക്കെട്ട്, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സീസണാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ? യെസ്, മഞ്ഞുകാലത്ത് നമ്മുടെ ശരീരം എങ്ങനെ സൂക്ഷിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. തല മുതൽ പാദം വരെ എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഈ വീഡിയോ. ഇതിൽ 2 കാര്യങ്ങൾ വളരെ കോമൺ ആയതിനാൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയി ഇട്ടിരുന്നു. അതായത് ശരീരത്തെ മുരിച്ചിൽ എങ്ങനെ ഇല്ലാതാക്കാമെന്നും ചുണ്ടു പൊട്ടുന്നത് എങ്ങനെ തടയാമെന്നും. എങ്കിലും ഇതൊരു ഫുൾ വേർഷൻ വീഡിയോ ആയതിനാൽ അതിൽ ചില കാര്യങ്ങൾ ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആ വീഡിയോ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫുൾ പ്രയോജനം വേണമല്ലോ. എത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്താമോ അത്രയും ഡീറ്റെയിലായി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി വളരെ എളുപ്പത്തിൽ പറയാൻ ശ്രമിക്കാം. പഴം, പച്ചക്കറികൾ, സാലഡുകൾ, ഉണങ്ങിയ പഴങ്ങൾ തുടങ്ങി ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കണം നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. കഴിവതും ഭക്ഷണം ചൂടോടെ തന്നെ കഴിക്കുക. തണുത്തതൊന്നും കഴിക്കരുത്. നല്ലപോലെ വെള്ളം കുടിക്കണം. ഗ്രീൻ ടീ, ഫ്രഷ് ജ്യൂസുകൾ തുടങ്ങി ദ്രാവക രൂപത്തിലുള്ള എന്തും ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കും. ശരീരത്തിലെ ടോക്സിൻ നിയന്ത്രിക്കുന്നതിന് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ ആവശ്യമാണ്. സാധാരണ തണുത്ത വെള്ളത്തിൽ തന്നെ ആകണം കുളി എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. പക്ഷേ ഈ സമയത്ത് അത് പറ്റുന്നില്ല എങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാം. മഞ്ഞുകാലത്ത് സോപ്പിൻ്റെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. സോപ്പ് തേച്ചാൽ ചർമ്മം കൂടുതൽ ഡ്രൈ ആകാൻ സാധ്യതയുണ്ട്. പകരം പയറുപൊടിയോ കടലമാവോ ഒക്കെ ഉപയോഗിച്ചാൽ ചർമ്മം സോഫ്റ്റ് ആകും. അതല്ല, സോപ്പ് ഉപയോഗിക്കുന്നുവെങ്കിൽ ഇൻഗ്രീഡിയൻസിൽ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പ് നോക്കിയെടുക്കുക. കുളി കഴിഞ്ഞാൽ കാലിലും കയ്യിലും മോയ്സ്ചറൈസർ പുരട്ടുക. മറ്റ് സീസണുകളിൽ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഈ സീസണിൽ പറ്റില്ല. അത് വാങ്ങുമ്പോൾ എണ്ണമയം കൂടുതലുള്ളവ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. എണ്ണയുടെ അംശം നമ്മുടെ ചർമ്മത്തിൽ ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. മോയ്സ്ചറൈസിങ് ക്രീമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസിൽ അവക്കഡോ ഓയിൽ, ആൽമണ്ട് ഓയിൽ, മിനറൽ ഓയിൽ, ഗ്ലിസറിൻ എന്നിവ അടങ്ങിയ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഈ ഓയിലി സ്കിൻ ഉള്ളവർക്കും മഞ്ഞുകാലത്ത് ശരീരത്തിൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത്തരം ഓയിലി കണ്ടൻ്റുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഉപയോഗിക്കാം. മഞ്ഞുകാലമാണെന്ന് കരുതി സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണ്ട. കാരണം മഞ്ഞായാലും വേനലായാലും നമുക്ക് സൂര്യരശ്മികൾ ഉണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിക്കുക. കൈയും കാലും ശരീരവും ഒത്തിരി ഡ്രൈ ആണെങ്കിൽ, അതുപോലെ തന്നെ കൈയുടെ വെള്ളയിലേക്ക് തൊലി ഇളകി പോകുന്ന അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, ഈ പ്രശ്നമുള്ളവർ കുറച്ച് തേനും പഞ്ചസാരയും നല്ലതുപോലെ യോജിപ്പിച്ച് ഈ മിശ്രിതം എവിടെയാണോ ശരീരത്തിൽ വെളുത്ത പൂപ്പൽ അല്ലെങ്കിൽ മുരിയൊക്കെ ഉള്ളത് അവിടെ പുരട്ടി കുറച്ച് സമയം മസാജ് ചെയ്യുക. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇത് ഡെയിലി ചെയ്യാം. കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഗ്ലിസറിനും സമമെടുത്ത് മിക്സ് ചെയ്ത് കയ്യിലും കാലിലും പുരട്ടാം. അല്ലെങ്കിൽ ഗ്ലിസറിനും റോസ് വാട്ടറും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആദ്യം അല്പം കൊഴുപ്പ് പോലെ തോന്നും, പക്ഷേ അല്പസമയം കഴിയുമ്പോൾ ഇത് ശരീരത്തിൽ പിടിച്ചോളും. കഴുകിക്കളയണ്ട. പിന്നെ ഈ ഗ്ലിസറിൻ ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ ഒരു ടൈപ്പ് മാത്രമേ കിട്ടാറുള്ളൂ. മറ്റേതെങ്കിലും ഫ്ലേവർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടുന്നത് ഈ പടത്തിൽ കാണുന്ന ഗ്ലിസറിനാണ്. ഇനി ഇടയ്ക്കൊക്കെ കയ്യിലും കാലിലും ഏതെങ്കിലും എണ്ണയോ ബേബി ഓയിലോ ലിക്വിഡ് ടൈപ്പ് ബോഡി ലോഷനോ ഒക്കെ പുരട്ടുക. അതിനങ്ങനെ ടൈം ഒന്നുമില്ല, നമുക്കിത് ഇടയ്ക്കൊക്കെ ചെയ്യാം. മഞ്ഞുകാലത്ത് ചുണ്ടുകൾ വളരെ പെട്ടെന്ന് പൊട്ടുകയും വരളുകയും ചെയ്യും. ചുണ്ടിലെ ജലാംശം ഇല്ലാതാകുന്നതാണ് നമ്മുടെ ലിപ്സ് വരണ്ട് പൊട്ടാനുള്ള പ്രധാന കാരണം. അതിനാൽ ലിപ്സ് പൊട്ടുന്നത് തടയാൻ ദിവസം 2-3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. ഇത് തടയുന്നതിന് ലിപ് ബാമുകൾ ഉപയോഗിച്ചിട്ടും ഗുണമില്ലാത്തവരുണ്ട്. ലിപ് ബാം എടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസിൽ ഓയിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നോക്കിയെടുക്കുക. ഇനി ഇതുകൊണ്ടും മാറ്റമില്ല എങ്കിൽ നെയ്യ്, പാൽപ്പാട, ഒലിവ് ഓയിൽ, ബദാം ഓയിൽ, വെണ്ണ ഇവയൊക്കെ ഉപയോഗിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നെയ്യാണ് ഏറ്റവും നല്ലത്. അത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുക. ദിവസവും ചെറു ചൂടോട് കൂടിയ ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം കുടിക്കുക. ഇത് നല്ലൊരു ഔഷധമാണ്. ചെറു ചൂടോടെ നാരങ്ങാ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനെ നാരങ്ങാ വെള്ളം കുടിക്കുക വഴി നമ്മുടെ ശരീരത്തിന് ഉന്മേഷം കിട്ടുമെന്ന് മാത്രമല്ല, കരൾ, പിത്താശയം എന്നിവയിലെ വിഷാംശങ്ങളെ മാറ്റി ശുചീകരിക്കാനും ഇതിന് കഴിയും. രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും അതുവഴി ചർമ്മകാന്തി കൂട്ടാനും നാരങ്ങാ വെള്ളത്തിന് ശേഷിയുണ്ട്.
ഈ തണുപ്പ് കാലത്ത് മുടിയിലെയും ശിരോചർമ്മത്തിലെയും ഈർപ്പം നല്ലതുപോലെ കുറയും. ഇത് താരൻ്റെ ശല്യം വർദ്ധിപ്പിക്കാനും മുടിയുടെ ബലം കുറഞ്ഞ് മുടികൊഴിച്ചിൽ കൂടാനും കാരണമാകും. നേരത്തെ തന്നെ ഈ മുടികൊഴിച്ചിൽ താരനൊക്കെ ഉള്ളവർക്ക് ഈ വിൻ്റർ സീസണിൽ ഈ പ്രശ്നം കൂടാൻ കാരണമാകും. അതുകൊണ്ട് എണ്ണ ചെറുതായി ചൂടാക്കി, നിങ്ങൾ തലയിൽ എണ്ണ തേക്കുന്ന ദിവസങ്ങളിൽ ചെറുതായി ചൂടാക്കി മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഒത്തിരി ചൂടാവരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇത് ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണെങ്കിൽ അങ്ങനെ, ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ ബദാം ഓയിൽ, ഒലിവ് ഓയിൽ ഇവയൊക്കെ തലയിൽ തേക്കാൻ നല്ലതാണ്. അരമണിക്കൂറിന് ശേഷം മുടി കഴുകി കളയാം. ഈ സീസണിൽ ഷാമ്പു അധികം ഉപയോഗിക്കാതെ ഇരിക്കുക, അത്യാവശ്യത്തിന് ഉപയോഗിക്കാം. അതുപോലെ ഹെയർ ഡ്രയറുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറയ്ക്കുക. വെളിച്ചെണ്ണയുടെ ഉപയോഗം മുടി ഡ്രൈ ആവുന്നത് തടയുകയും മുടിക്ക് നല്ല ബലം നൽകുകയും ചെയ്യും. മഞ്ഞുകാലത്തെ മറ്റ് പ്രശ്നമാണ് കാൽ വിണ്ട് കീറുക. ശരീരത്തിൽ മൊരി അല്ലെങ്കിൽ പൂപ്പൽ പോലെ വെളുത്ത സ്കിൻ എന്നിവയൊക്കെ കാണുന്നത്. മഞ്ഞുകാലത്ത് ത്വക്കിന് എണ്ണമയം നൽകുന്ന ഗ്രന്ഥികളുടെ പ്രവർത്തനം കുറയുന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് കുളിക്കുമ്പോൾ എണ്ണ തേച്ച് കുളിച്ചാൽ ചർമ്മം മൊരിയുന്നത് ഒരു പരിധി വരെ തടയാം. ചർമ്മത്തിന് നല്ല മൃദുത്വവും കിട്ടും. എള്ളെണ്ണ, കടുകെണ്ണ, ഒലിവെണ്ണ, വെളിച്ചെണ്ണ ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ തേച്ച് കുളിക്കാൻ ഉപയോഗിക്കാം. ഇത് തേച്ച് നല്ലതായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം. ഇതെന്ന് വെച്ച് തണുപ്പാണെന്ന് കരുതി ഒത്തിരി ചൂടുള്ള വെള്ളത്തിൽ കുളിക്കേണ്ട. അത് നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ എണ്ണമയം നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. കാൽ വിണ്ട് കീറുന്നത് തടയാനുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. അതല്ലാതെ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും വാസലിനും ചേർത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോളിയം ജെല്ലി ചേർത്ത് കാൽപാദം അരമണിക്കൂർ ആ വെള്ളത്തിൽ ഇറക്കി വെക്കുക. വാസലിൻ ഇല്ല എങ്കിൽ ഷാമ്പൂ ഇടാം. അതിനുശേഷം ഡെഡ് സ്കിൻ നീക്കാൻ ഉപ്പുറ്റി സ്ക്രബ്ബർ കൊണ്ടോ അല്പം പരുത്ത കല്ല് കൊണ്ടോ എങ്ങനെയും ഉരച്ച് വൃത്തിയാക്കാം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കുറച്ച് ക്രീമോ വാസലിനോ ഉപ്പുറ്റിയിൽ പുരട്ടുക. സോക്സ് ഇട്ട് ഉറങ്ങാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ ഇത് പുരട്ടിയ ശേഷം സോക്സ് ഇട്ട് ഉറങ്ങുക. ഇത് ഡെയിലി റുട്ടീനായി ചെയ്യുക. നമ്മുടെ കാലുകൾ പൊട്ടുന്നതിൽ നിന്നും നല്ല വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പുറത്തു പോകുമ്പോൾ സോക്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. മൃദുവായ ചെരുപ്പുകൾ അല്ലെങ്കിൽ ഷൂ ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഷൂ ആണ്. അതായത് നല്ല സോഫ്റ്റായിട്ടുള്ള ഷൂ, നല്ല സേഫ്റ്റിയാണ് നമുക്കത്. കാലുകൾ ഫുൾ കവറായിരിക്കുന്ന ഷൂ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഈ സീസണിൽ ഷൂ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ നമ്മുടെ തല മുതൽ പാദം വരെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇത് നിങ്ങൾ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക. ഇത് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്തു കൊടുക്കണം, ലൈക്ക് ചെയ്യണം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റ് വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു. പേജിൻ്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് അത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക. വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടി വരില്ല. പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ മാത്രം മതിയാകും. എൻ്റെ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.